ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്. നമ്മൾ ബണ്ണ് ഉപയോഗിച്ചൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് പുതുമയുള്ള ഒരു ഡിഷാണ്. ഇത് വേണമെങ്കിൽ ബണ്ണ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബ്രെഡ് ഉപയോഗിച്ചോ ഉണ്ടാക്കാവുന്നതാണ്. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബണ്ണ്, സ്വീറ്റ് ബണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേക്കറിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബണ്ണിന് പകരം നമുക്ക് ബ്രെഡ് ഉപയോഗിക്കാം. ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4 മുതൽ 6 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പഞ്ചസാര. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. 3/4 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ ബണ്ണിൽ ഓൾറെഡി പഞ്ചസാര ഉണ്ട്, അതുകൊണ്ട് 1/2 കപ്പ് വരെ മതിയായിരിക്കും. കുറച്ച് നെയ്യ്, ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് വെള്ളം. അപ്പം നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഇനി ഈ പഞ്ചസാര മുഴുവൻ ഈ വെള്ളത്തിൽ അലിഞ്ഞ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പൊ ഇതൊന്ന് അലിഞ്ഞ് ചേരട്ടെ. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും വറുത്ത് കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളം തിളച്ച് വന്നു. ഞാൻ സിമ്മറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊരു 2 മിനിറ്റ് ആയിട്ട് കിടന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. 2 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും വറുത്തതിന് ശേഷം അതേ നെയ്യിൽ നമുക്ക് ഈ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് ചേർത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറക്കാം. ബണ്ണ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ഈ ബണ്ണിനെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ കുറച്ച് നേരം ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കാം. പിന്നെയും ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹലുവ കുക്കാവുന്ന പോലെ ഇത് പാനിന്റെ സൈഡിൽ നിന്നൊക്കെ വിടാൻ തുടങ്ങും. അതുവരെ ഇത് നമ്മൾ നന്നായി മാഷ് ചെയ്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 5 മിനിറ്റ് നേരത്തേക്ക് ഇത് കുക്ക് ചെയ്യേണ്ടി വരും. ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തത് ആഡ് ചെയ്യാം. ഒരു 2-3 എണ്ണം ഡെക്കറേഷൻ എടുത്ത് വെക്കാം. ഇനി മിക്സ് ചെയ്യാം. ഹൽവ റെഡിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ബൺ ഹൽവ റെഡി ആയിട്ടുണ്ട്. ദീപാവലിയൊക്കെ വരികയല്ലേ, അപ്പോൾ ഈ ദീപാവലിക്ക് ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.